ഗണേശ വിഗ്രഹങ്ങൾ ഒരുങ്ങുന്ന ക്ഷേത്ര മൈതാനം ചിറയിൽ നാഗരകാവ് ക്ഷേത്രത്തിൻ്റെതാണ്. ചിറയിൽ നാഗരകാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാ മാസവും ഇവിടെ ആയില്യ പൂജ ഉണ്ടാകാറുണ്ട്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പൗരാണികത അവകാശപ്പെടാനുണ്ട്. നാട്ടുകാരനായ ഒരു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ, ഈ നാഗരകാവിൻ്റെ ഒരു പ്രത്യേകതകൾ? ഇത് ആളുകൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യങ്ങൾ കൃത്യമായി നടന്നിരിക്കും. അത്രയ്ക്ക് ദൈവവിശ്വാസവും പണ്ട് കാലങ്ങൾക്ക് ഉള്ളതാണ്. ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇത് പുതുക്കി ഇങ്ങോട്ട് മാറ്റിയത്. താഴെയാണ് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പണ്ട് പോലെയുള്ള അതിനങ്ങോട്ട് പുതുക്കി ഇപ്പോൾ ട്രസ്റ്റ് വകയാക്കി അല്ലേ, ട്രസ്റ്റ് ഗണേശ ഉത്സവത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്നതിന് ശേഷം അവരിത് പുതുക്കി ബിംബത്തിനെ ഇങ്ങോട്ട് മുകളിലോട്ട് ആവാഹിച്ച് ഇവിടെ കുടിയിരുത്തി. ഇന്ന് എല്ലാ ആയില്യ നാളിൽ ഭക്തജനങ്ങൾ ഇഷ്ടം പോലെ എല്ലാ ഭാഗത്തു നിന്നും വരാറുണ്ട്, ഇവിടെ തൊഴാറുണ്ട്, ആയില്യഭാഗം നടത്തുന്നു. ഈ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ വിഗ്രഹങ്ങൾ തയ്യാറാക്കിയ സമയത്ത് ഈ വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്ന ദിവസം ഇവിടെ നാഗരുടെ ഒരു സാന്നിധ്യം ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു ചേട്ടൻ. അതിൻ്റെ ആ ഒരു അനുഭവം എന്തായിരുന്നു? അന്ന് ഇവിടെ ഇത് ആദ്യം മുതൽ ഇപ്പോൾ 1.5 മാസം മുമ്പ് മുതൽ രാജസ്ഥാനിൽ നിന്ന് ആൾക്കാർ വന്ന് പക്ഷെ അതിന് മുമ്പ് ഇവിടെ നാഗര സാന്നിധ്യം നമ്മൾ പ്രത്യക്ഷത്തിൽ ദർശിച്ചിട്ടില്ല. പക്ഷെ ആദ്യ ദിവസം ഉണ്ടാക്കുന്ന ദിവസം തന്നെ ഇവിടെ ഒരു സ്വർണ്ണനാഗം എത്തുകയും ഇവിടെ കലേഷ് എന്ന് പറയുന്ന ഒരു നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്ത ശില്പി കാണുകയും നമ്മളെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. പക്ഷേ അത് വളരെ ശാന്തമായി നമ്മൾ സമൂഹമായി കണ്ടിട്ട് സ്വർണ്ണനാഗം വളരെ ചെറിയൊരു നാഗമാണ്. നമുക്കതൊരു ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കുകയും അപ്പം ഇതിന് കുറച്ച് ദിവസം ഇവിടെയുള്ള ബാക്കിയുള്ള ശില്പികളുടെ കൊച്ചു കുട്ടികൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ കാണാമെന്ന് വെച്ചാൽ ഈ നാഗങ്ങൾ ഈ കുട്ടികളുടെ കളിക്കുകയാണ്, അവരുടെ വന്ന് കളിക്കുക. പക്ഷേ വലിയ ആൾക്കാർ വരികയാണെങ്കിൽ അതങ്ങ് മാറുകയും പിള്ളേരെ കാണാൻ വേണ്ടി വരുന്ന 2-3 ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. അത്രയും ഒരു ഇതുണ്ട്. കാരണം ഗണേശനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വച്ച് തന്നെ നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്നതിൽ ഈ നാഗങ്ങൾ വളരെയധികം സംപ്രീതരായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത് ചിരപുരാതനവും വളരെ പൗരാണിക പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മുടെ ഈ കാവെന്ന് പറയുന്നത് നമ്മൾ നടി സുകുമാരി അമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ദേവസ്വം ലൈനിലെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇത് സുകുമാരി അമ്മയുടെ കാലത്തിന് ശേഷം അവരുടെ തലമുറകൾ ഇതിപ്പോൾ ഗണേശോത്സവ ട്രസ്റ്റിൻ്റെയും ശിവസേനയുടെയും പ്രമുഖമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഭുവനേന്ദ്രൻ ജിക്ക് കൈമാറുകയും അദ്ദേഹമാണ് ഇപ്പം ഗണേശോത്സവ ട്രസ്റ്റിൻ്റെ പേരിൽ ഈ കാവ് പുനരുദ്ധരിക്കുകയും പുതിയ വിഗ്രഹങ്ങൾ, കാരണം അനന്തൻ, വാസുകി, യക്ഷിയമ്മ, നാഗരാജാവ് ഇതിനെയൊക്കെ കൊണ്ടുവരികയും എല്ലാ മാസവും ആയില്യ നാളിൽ ഓരോരുത്തരുടെയും കണക്കിനാണ് അവരുടെ പൈസ ഓരോ നാട്ടുകാരുടെ ചിലവിലാണ് ഇവിടെ ആയില്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്ന വ്യക്തിയാണ് ശ്രീ ഭുവനചന്ദ്രൻജി. അദ്ദേഹം പൗർണമിക്കാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീഡിയോകളിൽ കർമാനൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ പലപ്പോഴും സംസാരിക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ നാഗരികാവും പുനരുദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഐശ്വര്യം ഈ നാട്ടുകാർക്കുണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇവരെല്ലാവരും അവരുടെ അനുഭവങ്ങളിലൂടെ പങ്കുവെക്കുന്നതും. ഈ നാഗരികാവിൻ്റെ മുറ്റത്ത് നിന്ന് ഇത്തരത്തിൽ ഗണേശ വിഗ്രഹങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്കും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്.